ഹലോ, ഞാനേ നമ്മുടെ ചെറിയ സോയാബീൻ വെച്ചിട്ടുള്ള ഒരു മിനിമൽ ആയിട്ടുള്ളൊരു സോയാബീൻ മസാല ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനകത്തോട്ട് ഞാനിവിടെ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഉപ്പിട്ടതിന് ശേഷം സോയാബീൻ വേവിച്ചെടുക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, മസാലകളായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസായിട്ടുള്ള തക്കാളി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ട് 2 വലിയ സൈസായിട്ടുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ മസാല കറികൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് കടുക് പൊട്ടിക്കാറില്ല. കൂടുതൽ ഞാനിവിടെ പെരിഞ്ജീരകമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടാൻ ആ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചതിന് ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം നോർമലായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇടുക. അതിനും നന്നായിട്ട് ഇളക്കി അതും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഫുള്ളൊരു ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഈ പരുവത്തിൽ ആ ഒരു റോസ് കളറിൽ ആ ഒരു കളറിലാവുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ അതിൻ്റെ അകത്തിട്ട് അതിൻ്റെയും പച്ചമണങ്ങൾ എല്ലാം മാറ്റി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളി അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഞാനിവിടെ ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും തക്കാളിയുടെ പുളി ഇച്ചിരി കുറവാകുന്നതുപോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ അടച്ച് വെച്ചിട്ട് ഈ മസാലകളെല്ലാം ഈ സോയാബീനിനകത്ത് കയറുന്ന രീതിയിൽ ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വീഡിയോയിൽ കാണുന്ന പോലെ ഒത്തിരി കളർഫുള്ളായിട്ടുള്ള മസാലകളില്ല എങ്കിലും നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും എല്ലാം ബെസ്റ്റാട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ.